ശ്യാം ചേട്ടാ, അഡ്വക്കേറ്റ് ബെയിലിൻ ദാസ് നമുക്ക് വ്യക്തിയെ അഡ്വക്കേറ്റ് എന്ന് പൂർണ്ണമായിട്ടും വിളിക്കുന്നത് തന്നെ ഒരു വിയോജിപ്പുണ്ട്. ഒരു ഗുണ്ട ചെയ്യുന്ന പണിയാണ് ശരിക്കും ബെയിലിൻ ദാസ് ചെയ്തത്. മഞ്ചൂർ കോടതിയിലായിരുന്നു ഈ ഷാമിലി ജസ്റ്റിൻ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വളരെ ഗുരുതരമായ പരിക്കാണ് മുഖത്തുണ്ടായത്. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെയാണ് ഇത്ര ക്രൂരമായിട്ട് മർദ്ദിക്കാൻ പറ്റുന്നതെന്ന് പോലും നമുക്ക് തോന്നിപ്പോകില്ലേ? അത് കണ്ടപ്പോൾ അതിൻ്റെ എന്താണ് ഇപ്പോഴത്തെ ഒരു കേസിൻ്റെ അവസ്ഥ? അദ്ദേഹത്തിൻ്റെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ നമ്മുടെ സെഷൻസിൽ കിടക്കുകയാണ്. തിരുവനന്തപുരം മഞ്ചൂർ സെഷൻസിൽ കിടപ്പുണ്ട് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ. അവിടെ നിന്ന് ബെയിൽ കിട്ടാൻ പാടാണ്. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിനൊപ്പം നിന്നവരെല്ലാവരും തന്നെ ഇത് വിവാദമായതോടുകൂടി മുങ്ങി എല്ലാം മാറി. കാര്യം എന്ന് വെച്ചാൽ സർക്കാർ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് എതിരാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഈ ബാർ അസോസിയേഷൻ ആണെങ്കിലും അസോസിയേഷൻ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ അഭിഭാഷക അംഗത്വം റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബാർ അസോസിയേഷൻ ബാർ കൗൺസിലിന് ഒരു റിപ്പോർട്ട്, അവരുടെ ഒരു ആഭ്യന്തര അന്വേഷണത്തിന് ശേഷം ഒരു റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. ഈ ആദ്യഘട്ടത്തിൽ ഈ ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഉച്ച സമയത്ത് ഈ മോപ്പ് സ്റ്റിക്ക് കൊണ്ടാണ് ഈ കുട്ടിയെ ഇദ്ദേഹം മർദ്ദിച്ചത്. അതിൻ്റെ സംഭവത്തിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ശ്യാമിലിയും അവിടുത്തെ ഒരു ടൈപ്പിസ്റ്റും തമ്മിൽ പ്രശ്നമാണ്. അതും ഒരു വനിതയാണ്. അപ്പോൾ ആ വനിതയും ശ്യാമിലിയും തമ്മിൽ കഴിഞ്ഞ ഒരാഴ്ചയോളമായിട്ട് വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉരുണ്ടുകൂടി ഇതിങ്ങനെ ഒരു ഓഫീസ് പശ്ചാത്തലത്തിൽ ഇതിങ്ങനെ വലുതായി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച രാത്രിയിൽ ബെയിലിൻ ദാസ് ശ്യാമിലിയേക്ക് ഒരു വാട്സപ്പ് സന്ദേശം അയച്ചു. ആ വാട്സപ്പ് സന്ദേശം അയച്ചിരിക്കുന്നത് ഇതാണ്: താങ്കൾ നാളെ മുതൽ ജോലിക്ക് എത്തേണ്ടതില്ല, ഈ ഓഫീസിൽ ജോലിക്ക് എത്തേണ്ടതില്ല എന്നാണ് ഈ ബെയിലിൻ ദാസ് അയച്ചിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ ഈ കുട്ടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ഇത് ചോദ്യം ചെയ്യുവാൻ വേണ്ടി രാവിലെ അവിടെ എത്തി. അപ്പോൾ രാവിലെ എത്തിയ സമയത്ത് ഇദ്ദേഹം കോടതിയിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ആദ്യം ഒരു സംസാരം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ഈ ബെയിലിൻ ദാസിനെ പോകാൻ അനുവദിക്കാതെ ശ്യാമിലി തടഞ്ഞു നിർത്തുകയും ചെയ്തു. അതാണ് ആദ്യത്തെ വിഷയം അവിടെ ഉണ്ടായിരിക്കുന്നത്. അതും കഴിഞ്ഞിട്ട് രണ്ടാമത് ഉച്ചയ്ക്ക് ഒരു 12:30 കൂടി ഇദ്ദേഹം കോടതിയിൽ നിന്നും തിരിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ മഹാറാണി ബിൽഡിങ്ങിലാണ്, മഞ്ചൂർ മഹാറാണി ബിൽഡിങ്. അപ്പോൾ അവിടേക്ക് തിരിച്ചു വന്നു. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തെ വീണ്ടും ഈ കുട്ടി വെയിറ്റ് ചെയ്ത് ചോദ്യം ചെയ്തു. അപ്പോൾ അപ്പോഴാണ് ഈ മർദ്ദനം അവിടെ നടക്കുന്നത്. ഈ കുട്ടിയെ അടിച്ച് തറയിലിട്ട് പരാതി പ്രകാരം പറഞ്ഞിരിക്കുന്നത്, FIRൻ്റെ പകർപ്പിൽ പറഞ്ഞിരിക്കുന്നത് അടിച്ച് തറയിലിടുകയും അതിനുശേഷം ഓഫീസിൻ്റെ വലതു ഭാഗത്തിരുന്ന മോപ്പ് എടുത്തു വെച്ച് മോപ്പിൻ്റെ പിൻഭാഗം കൊണ്ട് മുഖത്ത് മർദ്ദിച്ചു എന്നുമാണ്. മോപ്പ് കൊണ്ട് മുഖത്ത് തുടരെ അടിച്ചു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഒരു കാഴ്ചയിൽ അത് ശക്തമായ പ്രഹരം കൈകൊണ്ടുള്ളതാണ്. കാഴ്ചയിൽ മോപ്പ് കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഈ രീതിയിലുള്ള ചതവ് വരാൻ സാധ്യത കുറവാണ്. ഈ രീതിയിൽ ചതവ് വരില്ല. മുഖത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ അതിങ്ങനെ കൈ ഇത് വെച്ച് ഇങ്ങനെ അടിച്ചിരിക്കുകയാണ്. അതായത് ചില ഭാഗങ്ങളൊക്കെ പ്രത്യേകിച്ച് ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കൈ കൊണ്ടുള്ള ശക്തമായിട്ടുള്ള പ്രഹരമാണ്. അപ്പം കൈ കൊണ്ട് മർദ്ദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒഫൻസ് ചെറുതാണ്, ഗ്രാവിറ്റി കുറയും. ആയുധം വെച്ച് മർദ്ദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധം ഉപയോഗിച്ച് കഴുത്തിന് മുകളിലുള്ള ആക്രമണം നോൺ ബെയിലബിൾ ആണ്. അത് കരുതിക്കൂട്ടിയുള്ള വധശ്രമമാണ്, ജാമ്യം കിട്ടില്ല. നേരത്തെ ആയിരുന്നെങ്കിൽ കരുതിക്കൂട്ടിയുള്ള വധശ്രമമായ ആണ് ഈ ഇതിൽ എടുക്കുന്നത്. അപ്പോൾ മാത്രമല്ല, രണ്ടാമത്തെ ഒന്ന് ഈ ആയുധം ഉപയോഗിച്ചുള്ള മർദ്ദനം, അത് നോൺ ബെയിലബിൾ. സ്ത്രീത്വത്തെ അപമാനിക്കൽ നോൺ ബെയിലബിൾ. പരസ്യമായിട്ടാന്ന് തോന്നില്ല, എല്ലാവരുടെ മുന്നിൽ വെച്ച് പരസ്യമായിട്ട് സാക്ഷി ഉണ്ടാവില്ല, സാക്ഷിയൊന്നും പറയില്ല ഇവിടെ. പക്ഷെ ഷാമിലി പറയുന്നത് മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ആരും സാക്ഷിയാവാൻ തയ്യാറാവില്ല. ഇപ്പൊ അവർ സാക്ഷിയായിട്ട് നിന്നാലും അവർ കൂറുമാറും. അഭിഭാഷകരുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. ഒരു ഭയങ്കര ഐക്യമാണ്. ഈ പറഞ്ഞ കണക്ക് ജനവികാരം ഇളകി നിൽക്കുന്നത് കൊണ്ട് പ്രത്യക്ഷത്തിൽ ആരും വന്ന് പ്രതികരിക്കാത്തതായിരിക്കും. ആരും പ്രതികരിക്കാതെ മാറി നിൽക്കുന്നതാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമാണ്. അദ്ദേഹത്തെ ആദ്യം നമ്മുടെ ഇദ്ദേഹം എന്ന് വെച്ചാൽ പൂന്തുറ സ്വദേശിയാണ്, പൂന്തുറക്കാരനാണ്. ബെയിലിൻ ദാസ്. ഈ കുട്ടി പാറശാല സ്വദേശിനിയാണ്. അതിൻ്റെ ഭർത്താവ് ഷൈൻ. അപ്പോൾ ഇദ്ദേഹം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളിത്തുറ ഉണ്ടല്ലോ, കഴക്കൂട്ടം പള്ളിത്തുറയിലെ ഒരു സുഹൃത്ത് ഇദ്ദേഹത്തിനുണ്ട്. അവിടെ വീട്ടിലാണ് ഇദ്ദേഹം ഒളിവിൽ താമസിച്ചിരുന്നത്. സിറ്റി തന്നെ ഉണ്ടായിരുന്നു, പോലീസിന്റെ മുക്കിടുമ്പത്തുണ്ടായിരുന്നു, പോലീസിന്റെ പരിധിയിലുണ്ടായിരുന്നു. അപ്പം ഇവിടുന്ന് മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് തള്ളുവാണെങ്കിൽ ഹൈക്കോടതിയിലേക്ക് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ പോകാനുള്ള തീരുമാനമാണ് ഉണ്ടായിരുന്നത്.
അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇത്രയും പ്രായമുള്ള മനുഷ്യന് പെട്ടെന്ന് അമ്മയെ കാണാൻ മോഹം, അതിലാണ് ഇദ്ദേഹം പിടിക്കപ്പെട്ടത്. പള്ളിത്തറയിലെ വീട്ടിൽ സുഖമായി ഒളിവിൽ താമസിച്ചിരിക്കവേ ഇദ്ദേഹം ഇറങ്ങി അമ്മയെ കാണാൻ മോഹം തോന്നിയിട്ട് അമ്മയെ കാണാൻ വേണ്ടി പൂന്തുറയ്ക്ക് കളഞ്ഞു. പൂന്തുറയ്ക്ക് പോയപ്പം പോലീസിന്റെ ഷാഡോ ടീം ഇത് സിറ്റി മൊത്തം അരിച്ചു ഉറങ്ങിക്കൊണ്ടിരിക്കുക. അദ്ദേഹം എന്തായാലും ജില്ലയുടെ പരിധി വിട്ട് പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഒരു ഉറപ്പ്. ജില്ലയുടെ പരിധി വിട്ട് പോകാൻ സാധ്യതയില്ല. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ സഹോദരനെ പോലീസ് പിടിച്ചുകൊണ്ട് വന്നായിരുന്നു. സഹോദരനോട് പോലീസ് ചോദിച്ചു, നിങ്ങളുടെ സഹോദരൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്നുള്ളൊരു മറുപടിയാണ് പറഞ്ഞത്. അപ്പോൾ പോലീസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഇദ്ദേഹത്തിന്റെ അയൽവാസികളിൽ നിന്നുള്ള പോലീസിന് കിട്ടിയ വിവരപ്രകാരം ഈ സഹോദരൻ ഒരു കാറുണ്ട്, ആ കാർ ആ വീട്ടിലില്ല. അപ്പൊ കാർ എവിടെയെന്നുള്ള ചോദ്യമായി പോലീസ് ചോദിച്ചു, ഈ കാർ എവിടെ പോയിരിക്കുന്നു? അപ്പൊ അതിന് കൃത്യമായൊരു മറുപടി നൽകാൻ ഈ സഹോദരന് പറ്റുന്നില്ല. ഒടുവിൽ അദ്ദേഹം തന്നെ സമ്മതിച്ചു, ഈ കാറ് സഹോദരനായിട്ടുള്ള ബേലിൻദാസ് കൊണ്ടുപോയിരിക്കുകയാണ്, പക്ഷെ അതെവിടെ പോയി എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഈ കാറിന്റെ നമ്പർ വെച്ചുകൊണ്ടാണ് പിന്നീട് പോലീസ് എൻക്വയറി നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ പോലീസിന്റെ ക്യാമറയിൽ പെട്ടു ഈ കാർ. പൂന്തുറയ്ക്ക് അടുത്ത് വെച്ച് പോലീസിന്റെ ക്യാമറയിൽ ഈ കാർ പെട്ടു. അതായത് സിറ്റിയിലെ എല്ലാ സ്റ്റേഷനുകളിലേക്കും ഈ കാറിന്റെ നമ്പർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പൂന്തുറയ്ക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് പോലീസിന് ബോധ്യപ്പെട്ടു. പോലീസിന്റെ ഷാഡോ പിന്നീട് ഇദ്ദേഹത്തെ പൂന്തുറയിൽ നിന്നും തിരിച്ച് കഴക്കൂട്ടത്തേക്ക് പോകുവാനുള്ള ലൊക്കേഷനാണെന്ന് പോലീസിന് മനസ്സിലായി. അപ്പോൾ ഷാഡോ ടീം ഈ പൂന്തുറയിൽ നിന്ന് മുതൽ ഇദ്ദേഹത്തിന്റെ കാറിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പോലീസിന്റെ സിറ്റി ഷാഡോ 2 വീലറിനകത്ത് ഇവരെ ഫോളോ ചെയ്തു. എന്നിട്ട് ഈ ഫോളോ ചെയ്യുന്നതിനിടയിൽ തന്നെ പോലീസുകാർ 2 പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. അതിലൊരാൾ തുമ്പ SHO വിളിച്ച് പറഞ്ഞു, ഈ വാഹനം നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയിൽ കയറുന്നെന്ന് പറഞ്ഞു. അങ്ങനെയാണ് തുമ്പ പോലീസ് ഡാൻസ് സ്റ്റാഫും എല്ലാം കൂടെ ചേർന്ന് ഇദ്ദേഹത്തെ പിടികൂടുന്നത്. അത് നമ്മുടെ ആ തുമ്പ VSSC ഉണ്ടല്ലോ, അതിന്റെ അടുത്ത് സ്റ്റേഷൻ കടവ്, അവിടെ വെച്ച് പോലീസ് ഇദ്ദേഹത്തെ വളഞ്ഞു പിടികൂടുകയായിരുന്നു. സിനിമാ സ്റ്റൈലിൽ പിടികൂടി എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അവിടെ നിന്നും ഇദ്ദേഹത്തെ ആദ്യം തുമ്പ പോലീസ് സ്റ്റേഷനിലേക്കും അവിടെ നിന്ന് രണ്ടാമത് വഞ്ചിയൂരേക്കും കൊണ്ടുവന്നു. വഞ്ചിയൂരേക്ക് കൊണ്ടുവന്നപ്പോൾ ഇദ്ദേഹം ഒടുവിൽ പോയ ശേഷം മുടി അങ്ങ് മുടിയൊക്കെ ഡ്രിം ചെയ്ത് ഏറെ ക്ഷീണിതനായിട്ടാണ് അദ്ദേഹം കാണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മൊഴി പ്രകാരം ഈ ശ്യാമിലി അദ്ദേഹത്തെ അസഭ്യം പറഞ്ഞപ്പോൾ പ്രകോപിതനായിട്ടുള്ള ഞാൻ ശ്യാമിലിയെ മർദ്ദിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മൊഴി. മോപ്പ് ഉപയോഗിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മോപ്പ് ഉപയോഗിച്ചിട്ടില്ല, കൈവച്ചുള്ള മർദ്ദനമാണ് അവിടെ ഉണ്ടായതെന്നും അദ്ദേഹത്തിന്റെ മൊഴിയിൽ പറയുന്നുണ്ട്. പക്ഷേ ശ്യാമിലിയുടെ മൊഴിയിൽ മോപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്, കമ്പി കൊണ്ടുള്ള മോപ്പാണ് ഉപയോഗിച്ചത്. അത് ആയുധമാണ്, മരകായുധം പോലുള്ള ആയുധമാണ്. അപ്പോൾ എന്താ ജാമ്യം നിഷേധിക്കപ്പെടും. ഈ ശ്യാമിലിയായിട്ടൊക്കെ പോലീസ് ഈ ബേലിൻദാസിന്റെ ഓഫീസിലും പോയി തെളിവെടുപ്പൊക്കെ നടത്തിയില്ല, കംപ്ലീറ്റ് ആക്കിയെന്ന് തോന്നുന്നില്ല. ചൊവ്വാഴ്ച അദ്ദേഹത്തെ കയറി പിടിക്കാൻ പോലീസ് നോക്കി. അന്ന് ബാർ അസോസിയേഷൻ പറഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞു. സംഭവം നടന്ന ദിവസം ഓഫീസിൽ കയറി പിടിക്കാൻ നോക്കിയപ്പം നടന്നില്ല, പോലീസിനെ അനുവദിച്ചില്ല. ബാർ അസോസിയേഷൻ തിരിഞ്ഞു നിന്നതോടുകൂടി ഇവര് പോലീസിന് പിന്മാറേണ്ടി വന്നു. മഞ്ചൂർ പോലീസിന് പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു വെച്ചു. എന്തുകൊണ്ട് ബാർ അസോസിയേഷൻ പിന്നീട് പിന്മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രി P. രാജീവാണ്. അദ്ദേഹം വന്ന് ഈ ബേലിൻദാസിനെ മാത്രമല്ല, ബേലിൻദാസിനെ സഹായിക്കുന്നവർക്കെതിരെയും സർക്കാർ നടപടി സ്വീകരിക്കുന്നു. വരട്ടി ഭീഷണിയായിരുന്നു. ബേലിൻദാസ് എന്ന് പറയുന്നത് CPM ബന്ധമുണ്ട് അദ്ദേഹത്തിന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ബന്ധമുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ഇടത് നിന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ ചരിത്രമുണ്ട്. അടിസ്ഥാനപരമായി ഇദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരൻ കൂടിയാണ്. ഒരു കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഇദ്ദേഹം കോൺഗ്രസിൽ നിന്നും പിന്മാറുകയും അദ്ദേഹം ഇടത് പാർട്ടിയിലേക്ക് വരികയും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഹിസ്റ്ററി ഇദ്ദേഹത്തിനുണ്ട്. CPM പറയുന്നത് ഇദ്ദേഹം വന്നിരുന്നു, ശരിയാണ്, CPM പാർട്ടിയിലേക്ക് വന്നിരുന്നു, പക്ഷെ അദ്ദേഹം പിന്നീട് കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചുപോയി എന്നാണ് പറയുന്നത്. ഏതായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എതിരായതോടുകൂടി ബാർ അസോസിയേഷന് പിന്മാറേണ്ടി വന്നു. ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഇതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ, ആ കുട്ടിയുടെ മുഖത്തേറ്റ മർദ്ദനത്തിന്റെ ക്രൂരമായ പാടുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനും ബേലിൻദാസിനെ പിന്തുണയ്ക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ സാധിക്കില്ല. പക്ഷെ ഇന്നലെ വഞ്ചിയൂരിൽ അവരുണ്ടായിരുന്നു. ഈ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള അഭിഭാഷകരെല്ലാം തന്നെ വഞ്ചിയൂര് പോലീസ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. പോലീസിനും പേടിയാണെന്ന് ഇവരെ, പോലീസിനും പേടിയാ. പോലീസിനും എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിനും ടെൻഷനാണ്. ഇവരെടുത്ത് ഉടുക്കുവന്നേ കോടതിയിൽ വരുമ്പം പോലീസിന്റെ കൂപ്പാട് വരും. നിയമം പഠിച്ചവരത്ത് പോലീസ് അങ്ങനെ കളിക്കാൻ നിൽക്കത്തില്ല.
പോലീസും കുറേയൊക്കെ പിന്മാറേണ്ടി വരും. മാത്രമല്ല ഇയാൾ പോലീസ് പുലിവാലി പിടിച്ച അവസ്ഥയിലാവും. പിന്നെ പുലിവാലി പിടിച്ച അവസ്ഥയിലാവും. സീനിയർ അഭിഭാഷകനാണ്, വഞ്ചിയൂരിലെ തന്നെ സീനിയർ അഭിഭാഷകരിൽ ഒരാളാണ് ഈ ബെയിലിൻ ദാസ്. ഈ ശ്യാമിൽ എനിക്ക് തോന്നുന്നു ഒരു 5 വർഷമായിട്ട് ജൂനിയറായിട്ട് വർക്ക് ചെയ്യാൻ തോന്നുന്നു. ആ ശ്യാമിൽ പറയുന്നത് അവർ പ്രഗ്നന്റ് ആയിരുന്നപ്പോഴും മർദ്ദിച്ചു, പ്രഗ്നന്റ് ആയിരുന്നപ്പോഴും അവരെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ്, വളരെ മാരകമായിട്ടുള്ള മർദ്ദനം അവിടെ നടന്നിട്ടുണ്ട്. അല്ലെ അമ്മമാരെയൊന്നും മുഖത്ത് പിന്നെ ആ കുട്ടി പിന്നെ ഫെയർ ആയിട്ടുള്ള കുട്ടിയാണ്, പറയുന്ന കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാം ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വിശ്വാസയോഗ്യമായിട്ടുള്ള മോപ്പിന്റെ കാര്യത്തിൽ മാത്രമേ നമുക്ക് സംശയമുള്ളൂ. അതിലെ പരിക്ക് മോപ്പിന്റേതാണോ എന്നുള്ള ഒരു കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ അങ്ങനെ ഒരു കൈവച്ചടിച്ച പാടായിട്ട് കൈവച്ചടിച്ച പാടായിട്ടാണ് നമുക്ക് കാണുമ്പോൾ. നമ്മൾ ഒരുപാട് മുറിവുകളും ചതവുകളും ഒക്കെ കണ്ടിട്ടുണ്ട് പല പല കേസസിൽ. അപ്പോൾ അതുകൊണ്ട് ഇത് കൈവച്ചുള്ള മർദ്ദനമാണോ എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇങ്ങനത്തുള്ള പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കാനായിട്ട് പ്രോസിക്യൂഷൻ ഇങ്ങനത്തുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ അല്ലേ, ഈ വകുപ്പുകൾ കൂടുതലിടാൻ വേണ്ടി. ആയുധം വെച്ചുള്ള മർദ്ദനമാണെന്ന് എഴുതി കയറ്റും പോലീസ്. പിന്നെ ഇപ്പൊ പോലീസിന്റെ ഇപ്പൊ പ്രാഥമികമായി പോലീസ് പരിശോധിക്കുമ്പോൾ പോലീസ് പറയുന്നത് ഇത് കൈവച്ചടിച്ചാണെന്ന് റിപ്പോർട്ട് എഴുതി കഴിഞ്ഞാൽ കൈവച്ചടിച്ച്. ആയുധമാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യമില്ലാത്ത വകുപ്പായി. ജാമ്യമില്ലാത്ത വകുപ്പായി. അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ തള്ളിപ്പോകാനുള്ള സാധ്യതയാണുള്ളത്. അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ്. അപ്പോൾ ഓപ്പൺ കോടതി കൊണ്ടുപോയി കൊടുക്കുക, അപ്പം റിമാൻഡ്. ഓപ്പൺ കോടതിയിലാണ് കൊടുക്കാൻ പോകുന്നത്. ഓപ്പൺ കോടതിയിലാണ് കൊടുത്തത്. ഓപ്പൺ കോടതി കൊടുക്കുമ്പോൾ എന്തായാലും റിമാൻഡിൽ പോകും. അഭിഭാഷകന്റെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഹാജരാക്കിയിരുന്നെങ്കിൽ ചിലപ്പം ജാമ്യം കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഇത് ഓപ്പൺ കോടതി കൊണ്ടുവന്ന് കൊടുക്കാനാണ് തീരുമാനം. അതിപ്പോൾ എന്താ അകത്തു പോകാനുള്ള പരിപാടിയാണ്. ഈ നിലവിൽ ഈ ഷാമിലി പറയുന്നൊരു കാര്യം, ഈ അഡ്വക്കേറ്റ് കുപ്പായിട്ടുകൊണ്ട് ഇനി ബെയിലിന് പ്രവർത്തിക്കാൻ സാധിക്കരുത്, അത്തരത്തിലുള്ള ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകണമെന്നൊക്കെയാണ്. ആ രീതിയിലൊക്കെ അതൊന്നും നടക്കില്ല, അതൊക്കെ നടക്കില്ല. കേസിന്റെ വഴിക്ക് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അതിന്റെ രീതികളുണ്ട് അതിന്. പിന്നെ ഇവരൊരു കൂട്ടാണെന്നേ, ഇവരൊറ്റ ടീമാണ്. എനിക്കിന്ന് സംഭവിച്ചത് നിനക്ക് നാളെ സംഭവിച്ചേക്കാം എന്നുള്ള ചിന്ത അവർക്കുണ്ട്. ഇപ്പൊ ഇന്ന് ബെയിലിന് സംഭവിച്ചത് നാളെ മറ്റൊരു അഭിഭാഷകന് സംഭവിച്ചേക്കാം എന്നൊരു ചിന്തയിലാണ് ഇവർ നിൽക്കുന്നത്. അതുകൊണ്ട് ഇവർ ഭയങ്കര ടീമാണ്. മീഡിയക്കാർക്ക് കയറാൻ പറ്റൂലല്ലോ അതിനകത്തോട്ട്, വഞ്ചിയൂർ കോടതിയിലോട്ട് കയറാൻ പറ്റുമോ? നടക്കത്തില്ല. ഞാനിപ്പോൾ പറയാൻ വന്നൊരു കാര്യം, അത് പല കേസുകളിലും ഈ മാധ്യമ പ്രവർത്തകർ പ്രത്യക്ഷത്തിൽ അഭിഭാഷകരുമായിട്ടും ഈ അഭിഭാഷകരുടെ ഭാഗത്ത് ഉണ്ടാകുന്ന ചില കേസുകളൊക്കെ ചേട്ടന് പേഴ്സണലായിട്ട് അനുഭവം ഉണ്ടാവുമല്ലോ. ഞാൻ TV കൂടെ കണ്ട കാര്യമാണ്. റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഇവരൊരു ഇത് എടുക്കാൻ പറ്റില്ല, വേറെങ്ങുള്ള നിയമങ്ങളല്ല, അവരുടേതായിട്ടുള്ളൊരു നിയമങ്ങളും ചട്ടക്കൂടുകളുമാണ് അതിനകത്ത്. പിന്നെ അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ വിടാതെ ഈ ഒരു കേസിനെ പിടികൂടി എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. അല്ലെങ്കിൽ തന്നെയും റിപ്പോർട്ട് ചെയ്യുമ്പോൾ വഞ്ചിയൂരത്തെ അഭിഭാഷകരും മാധ്യമങ്ങളും തമ്മിൽ ഭയങ്കര കച്ചറയാണ്, സ്ഥിരമായിട്ട് ഉടക്കാണ്. ഞാനൊരു ദിവസം, ഞാൻ മുമ്പ് ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഞങ്ങൾക്ക് യൂണിഫോം ആയിരുന്നു. ആ ചാനലിന്റെ പേര് ഈ ഇടത് ഭാഗത്ത് എഴുതണം, ലോഗോ ഉണ്ട്. ലോഗോ ഉള്ള ടീഷർട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിട്ടുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബ്ലാക്ക് ആണ്, ബ്ലാക്ക് ടീഷർട്ട്, അതിനകത്ത് വൈറ്റിൽ ചാനലിന്റെ പേര് അതിങ്ങനെ എഴുതിയിരിക്കുന്നത്. മീഡിയ, ഇവിടെ മീഡിയ എഴുതിയിട്ടുണ്ട്, ഇവിടെ മീഡിയ, പിന്നെ ബാക്കിലും ഉണ്ട്. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മറന്നുപോയി. എനിക്കൊരു പെറ്റി ഉണ്ടായിരുന്നു. ഒരു പെറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സീബ്രാലിൽ വണ്ടി കയറ്റി നിർത്തി, അങ്ങനെ ഒരു പെറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതടയ്ക്കാൻ വേണ്ടി കോടതിയിൽ ചെന്നപ്പോൾ പിന്നെ ഇത് ഓർക്കാതെ ചെന്ന് കയറി കൊടുത്തു. ഇതാണ് ഇട്ടിരിക്കുന്നതെന്ന് ഞാൻ ഓർത്തില്ല. ഞാൻ എന്നോട് 2 വീലർ കൊണ്ട് അങ്ങ് അകത്ത് ചെന്ന് പെറ്റി അടയ്ക്കാൻ വേണ്ടി അവിടെ ചെന്ന് കോടതിയുടെ അവിടെ വന്ന് നിന്നപ്പോഴത്തേക്കാണ് പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ട് പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു, പെട്ടെന്ന് നിങ്ങൾ പുറത്തു പോകാൻ പറഞ്ഞു, അപ്പുറത്ത് പ്രശ്നമായിട്ടുണ്ടെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് നിങ്ങൾ പുറത്തിറങ്ങാൻ. ഞാൻ പറഞ്ഞു, പെറ്റി അടയ്ക്കാൻ വേണ്ടി വന്നതാണ്, ഒന്നും പറയണ്ട, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പോയിട്ട് പിന്നെ തിരിച്ചു അവിടെ ഓഫീസിൽ പോയി വേറെ ഷർട്ട് എടുത്തിട്ട് വന്ന് പിന്നെ പെറ്റി അടച്ചിട്ട് പോയി. അതായത് മീഡിയക്കാരൊക്കെ അവർ അടുപ്പിക്കത്തില്ല. അവിടെ പൂരടിയല്ലായിരുന്നു, ഓർമ്മയില്ലേ? എന്തൊരു അടിയായിരുന്നു മീഡിയക്കാരുമായിട്ട്. കൊല്ലത്ത്, വഞ്ചിയൂരിൽ അടി നടന്നത്, കൊല്ലത്ത്, വഞ്ചിയൂർ, കോഴിക്കോട് എല്ലായിടത്തും അടി നടന്നു. അതിനുശേഷം ഒരു കോടതിയിലും മീഡിയക്കാർക്ക് കയറാൻ പറ്റില്ല. ഒട്ടുമിക്ക കോടതിയിലും മീഡിയക്കാരെ കയറാൻ അവർ സമ്മതിക്കില്ല, അനുവദിക്കില്ല. ഇവരും മീഡിയക്കാരും തമ്മിൽ നല്ല പ്രശ്നങ്ങളാണ്. അന്ന് മീഡിയക്കാരെ മൊത്തത്തിൽ ഇവരെടുത്തിട്ട് ഇടിച്ചത്. അവർക്കും കിട്ടി കുറേ, അവരിലൊക്കെ ഒറ്റ തിരിഞ്ഞു പോയവർക്കൊക്കെ കിട്ടി. മീഡിയക്കാർക്ക് പക്ഷേ കൂട്ടത്തോടെ ഇറങ്ങിയിട്ടുള്ളത്. ക്യാമറമാർക്ക് അടി കിട്ടിയത്, അതായത് ട്രൈപോഡും ക്യാമറ എടുത്ത് മാറ്റാൻ പറ്റാതായി. ട്രൈപോഡും ക്യാമറയും കൂടെ ഏകദേശം ഒരു 4.5 കിലോളം വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഈ ക്യാമറമാർക്ക് അതിനെ സംരക്ഷിച്ചല്ല പറ്റും. അത് സംരക്ഷിക്കാൻ നിന്നപ്പോഴത്തേക്ക് ഇവർക്ക് ക്യാമറമാർക്ക് അടിയിട്ടു. റിപ്പോർട്ടർമാർ കുറേ പേരൊക്കെ ഓടിക്കളഞ്ഞു. പിന്നെ ഈ ഓടിയ കൂട്ടത്തിൽ പിന്നെ ചില ഒറ്റപ്പെട്ട് നിന്ന അഭിഭാഷകർക്കൊക്കെ കിട്ടി, ഒറ്റയ്ക്കൊക്കെ നിന്ന അഭിഭാഷകർക്കൊക്കെ കിട്ടി. ഒരു അഭിഭാഷകൻ എണ്ണീറ്റ് വന്ന് ഓടേന്നൊക്കെ ആരോ ചവിട്ടി ഓടയിലിട്ടാണ്. കായികപരമായിട്ട് നേരിടാനുള്ള
അവർ സംഘം ചേർന്നിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് പോലീസിനും ഭയമാണ്. ഈ ഒരു കേസിൽ ഒരു മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ ശ്യാംചേട്ടൻ്റെ ഒരു? സാക്ഷികളെല്ലാം കൂറുമാറും. ഇപ്പം സാക്ഷികളായിട്ട് നിൽക്കുന്ന എല്ലാവരും തന്നെ കൂറുമാറും. പിന്നെ മഹാറാണി ബിൽഡിങ്ങിൽ ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ CCTV ഉണ്ട്. അതിന്റെ ഹാർഡ് ഡിസ്ക് മിസ്സിംഗ് ആണ്. മിസ്സിംഗ് ആണ്. അത് പോയി. പോലീസ് തെളിവെടുക്കാൻ പോകുമ്പോഴും അവിടെ ഇതില്ല, ഹാർഡ് ഡിസ്കിന്റെ മെമ്മറി കാർഡും കാര്യങ്ങളും. പോയ പോക്കിന് ഹാർഡ് ഡിസ്കും കൊണ്ടാ പോയി. അതിനെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞാണ്. അവര് CCTV ഇല്ലെന്ന് പറയും. അത് കൃത്യമായിട്ട് അറിയാലോ എന്തൊക്കെ മാറ്റണം എന്നുള്ള കാര്യത്തിൽ. അവർക്ക് നിയമം പഠിച്ചവരല്ലേ, അവര് നിയമം പഠിച്ചവരല്ലേ. ഈ ബേലിൻദാസൊക്കെ ഒരുപാട് കൊലക്കേസിൽ വാദിച്ചിട്ടുള്ള ആളാണ്. ഒരുപാട് കൊലക്കേസുകൾ വാദിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വരുമെന്ന്. ഷാമിലി അത് പറയുന്നുണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് ദേഷ്യം വന്ന് എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല എന്നൊക്കെ ഒരു പ്രതികരണത്തിൽ പറഞ്ഞു. പെട്ടെന്ന് ഇദ്ദേഹത്തിന് ദേഷ്യം വരും. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളുണ്ട്. ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ സ്വയം മുറിവേൽപ്പിക്കും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ സ്വയം മുറിവേൽപ്പിക്കുക എന്നുള്ള പരിപാടിയുണ്ട്. ചിലർ മറ്റുള്ളവരുടെ മെക്കിട്ട് കയറാം. ചിലർക്ക് പിന്നെ ആരെ കണ്ടാലും ദേഷ്യമാണ്. സ്വന്തം ഫോണിലേക്ക് ആരെങ്കിലും വിളിച്ചാൽ പോലും ദേഷ്യം വരും. ആരും ഫോണിൽ വിളിക്കാൻ പോലും പാടില്ല എന്നൊരു പ്രത്യേകതരം രീതിയിലുള്ള ആൾക്കാരുമുണ്ട്. ഇങ്ങനെ ദേഷ്യത്തിന്റെ പല പല മുഖങ്ങളുണ്ട്. ഇദ്ദേഹം സ്വയം കൺട്രോൾ ചെയ്യണമായിരുന്നു. ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു അഭിഭാഷകൻ സ്വന്തം കരിയർ നശിപ്പിക്കുന്ന പരിപാടികൾ ചെയ്യാൻ പാടില്ലല്ലോ. ഇതൊക്കെ ശ്രദ്ധിച്ച് ഇടപെട്ട് നിൽക്കേണ്ട കാര്യമാണ്. ചിലർ ഇദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റിൽ, ശ്യാമിലിയുടെ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്, നീ ആരോടാണ് സംസാരിക്കുന്നത് നിനക്ക് അറിയാമോ എന്ന് അദ്ദേഹം ചോദിച്ചതാണ്. അതായത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ രൂപം അദ്ദേഹം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ ഈഗോ അല്ലേ? പ്രൊഫഷണൽ ഈഗോ അല്ല അത്. അതായത് ഞാനാണ് വലുത് എന്നുള്ളൊരു ചിന്ത. സുപ്പീരിയർ. ഒരു സുപ്പീരിയോറിറ്റി. അത് ആ രീതിയിലാണ് അദ്ദേഹം ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു. അത് ഒരുപാട് ദോഷം ചെയ്യും. നമുക്കെതിരെ നിൽക്കുന്ന ആൾ നമ്മളെക്കാൾ ചെറിയ ആളാണ്, അവൻ എന്തിനും എന്നോട് സംസാരിക്കുന്നത് തോന്നിക്കഴിഞ്ഞാൽ അത് അധികകാലം ആ വണ്ടി മുന്നോട്ട് പോകില്ല. ആരുടെയെങ്കിലും മുന്നിൽ അത് തടയപ്പെടും. ആ തടയുന്ന ആളോട് നമ്മൾ പ്രകോപിതനാവുകയും നമ്മൾ പിന്നെ ആ കുഴിയിൽ ചാടുകയും ചെയ്യും. അധികകാലമൊന്നും നമുക്ക് ആരെയും അമർച്ച ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ചില വീടുകൾ കണ്ടില്ല, ചില ഭർത്താക്കന്മാർ ഭാര്യമാരെ അടിച്ച് ഇരുത്തി ഉപദ്രവിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. എങ്ങും ഒരു കാര്യം സംസാരിക്കാൻ പോലും സമ്മതിക്കില്ല. ഏറ്റവും അവസാനം ഇതൊരു ഘട്ടം എത്തി കഴിയുമ്പോഴത്തേക്ക് അവർ പ്രതികരിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഇത് സ്റ്റേഷനിലൊക്കെ പരാതി എത്തുന്നത്. ഗാർഹിക പീഡനമൊക്കെ ആവും അവസാനം. ഗാർഹിക പീഡനവും കാര്യങ്ങളൊക്കെ ആവും. ഈ അടുത്തിടയ്ക്ക് ഞാനൊരു സിനിമ കണ്ടിരുന്നു, ഒരു ജാതി ജാതകം എന്നാണെന്ന് തോന്നുന്നു എൻ്റെ പേര്. വിനീത് ശ്രീനിവാസൻ. അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയുണ്ട്. ആ ഭാര്യയെ ഇയാൾ പരമാവധി അമർച്ച ഇട്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം ഒരു പ്രതികരിക്കുന്നുണ്ട്. അതുപോലെ ഏത് കാളാണെങ്കിലും, ഇനിയിപ്പോൾ എത്ര ജൂനിയർ ആണെങ്കിലും അവരോട് ഒരുപാട് കാലമൊന്നും നമുക്ക് അവരെ ഒന്നും പിടിച്ചു കയറ്റാൻ പറ്റില്ല. ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തിരിച്ച് പ്രതികരിക്കും. പിന്നെ അപ്പം നമ്മുടെ ഈഗോ വർക്കൗട്ട് ആവും. എന്നോട് അവൻ അങ്ങനെ സംസാരിച്ചു. അപ്പോഴാണ് അതൊരു സംഘർഷത്തിലേക്ക് കിടക്കുന്നത്. ശ്യാമിലിന്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരുപാട് കാലം അവരെ ഇങ്ങനെ അനുഭവിച്ചു, അമർച്ച ചെയ്തിട്ടിരുന്നു. അവർ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന താനെന്ന ഭാവം വളർന്നു. അപ്പോഴാണ് അദ്ദേഹം കയറി പ്രതികരിച്ചത്. അപ്പോൾ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് കടന്നു. ഞാൻ ചില മാധ്യമ സ്ഥാപനങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകരെ കുറ്റം പറയില്ല, സീനിയറായിട്ട് വന്നിട്ട് ജൂനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്ന ആളുകൾ ധാരാളമായിട്ട് ഞാൻ ഒരുപാട് പേരെ അങ്ങനെയുള്ള സീനിയർ മീഡിയ പേഴ്സൺസ് കണ്ടിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഒരു കുട്ടി സിസ്റ്റം അങ്ങ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇറങ്ങി അങ്ങ് പോയി. സഹിയിട്ട് ഈ കുട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോംപ്റ്റർ പിടിച്ച് ഓഫ് ചെയ്തിട്ട് അങ്ങ് പോയി. പ്രോംപ്റ്ററും പിടിച്ച് എടുത്തിട്ട് അതിറങ്ങിപ്പോയി, അതിൻ്റെ പാട്ടിന് പോയി. ഒരു ബുള്ളറ്റിൻ അവസാനം നേരത്തെ പോയ ബുള്ളറ്റിൻ പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു. അതായത് നേരത്തെ പോയ ബുള്ളറ്റിൻ തന്നെ വീണ്ടും എടുത്തിട്ട് പ്ലേ ചെയ്യേണ്ടി വന്നു. അരമണിക്കൂറോളം പ്രശ്നമായി പോയി. പ്രോംപ്റ്ററും സിസ്റ്റം എല്ലാം ഓഫ് ചെയ്തോളാം. പ്രോംപ്റ്ററും സിസ്റ്റം എല്ലാം iNews ഒക്കെ ഓഫായി പോയെന്ന്. റീഡർ ഇരിക്കുന്നിടത്ത് iNews ഓഫായി പോയി. iNews വഴിയുള്ള പണിയാണല്ലോ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. iNews എല്ലാം അവർ ആ കൊച്ചു ഓഫാക്കി കളഞ്ഞു. കുറേ നേരം ടിക്കറിലൊന്നും ഒന്നുമില്ലായിരുന്നു. ടിക്കറൊക്കെ ബ്ലാങ്ക് ആക്കി കളഞ്ഞു. അതിന് പണി അറിയായിരുന്നു. ടിക്കർ ഈ ബ്രേക്കിംഗ് ടിക്കർ ഉണ്ടല്ലോ, ബ്രേക്കിങ്ങും ഓഫ് ചെയ്ത് സ്ക്രോളും ഓഫ് ചെയ്ത് ചാനൽ ബ്ലാങ്ക് കുറേ നേരം. അതതിൻ്റെ പാട്ടിന് പോയി. ഒരു പരിധി കഴിഞ്ഞാൽ ഏത് സ്ഥാപനത്തിലാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ എത്ര സുപ്പീരിയർ ആണെങ്കിലും പ്രതികരിച്ച് പോകും. അത് പ്രതികരിക്കും. ഇങ്ങനെയുള്ള ആളുകളുടെ ഇപ്പം ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ബേലിൻദാസിൻ്റെ ഓഫീസിൽ 8 പേരാണ് കഴിഞ്ഞ 6 മാസത്തിനിടെ വന്നിട്ട് ജോലി കളഞ്ഞിട്ട് പോയെന്നാണ് പറയുന്നത്. 8 പേര് പോയി എന്നാണ് ഈ ശ്യാമിലിയുടെ മൊഴിയിൽ പറയുന്നത്. അങ്ങനെ 8 പേരുണ്ടായിരുന്നു. 8 പേരുടെ പേരും ആ കുട്ടി പറയുന്നുണ്ട്. 8 ആളുകളുടെയും പേരും പറയുന്നുണ്ട്. സീനിയർ അഭിഭാഷകർക്കൊപ്പം നിൽക്കുന്നു പോകാന്ന് വെച്ചാൽ ഇച്ചിരി പാടാണ്. പക്ഷെ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റും.
എന്ന് വെച്ചാൽ അവരുടെ മർദ്ദനമൊന്നും കേട്ടിട്ടുണ്ട കാര്യമില്ല. പറയുകയാണെങ്കിൽ ഇതേപോലെ പ്രതികരിക്കുന്ന ആൾക്കാർ ഭാവി തുലാസിലായി പോകുന്നൊരു പേടി ജൂനിയേഴ്സിനൊക്കെ ഉണ്ടെന്ന് തോന്നില്ലേ? പിന്നെ ഈ പറഞ്ഞ പോലെ അവർ ഒറ്റപ്പെടുന്നൊരു അവസ്ഥ ഉണ്ടാവില്ലേ? തീർച്ചയായും. അതായത് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. പണി പഠിക്കുക എന്നുള്ളതാണല്ലോ ഉദ്ദേശം. പണി പഠിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ നിൽക്കും. ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ ഇവര് ഈ മൊഴി കൊടുക്കാൻ അവർ തയ്യാറാവില്ല. ആരും സാക്ഷി പറയാൻ പോകുന്നില്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും, ഇപ്പൊ ഇതൊക്കെ പറയും. ഇപ്പൊ പറയും ശ്യാമിലിക്ക് നീതി വേണോ, അത് വേണോ, ഇത് വേണോ, ഇരയ്ക്കൊപ്പമാണ് എന്നൊക്കെ പറയും. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് കോടതിയിൽ വരുമ്പോൾ അവരെല്ലാവരും കൂറുമാറും. ഒരാൾ പോലും സാക്ഷി പറയാനായിട്ട് നിൽക്കില്ല. ശ്യാമിലിക്ക് വേണ്ടി ശ്യാമിലി അല്ലാതെ ഒരാളും സംസാരിക്കാൻ പോകുന്നില്ല. അതുറപ്പാണ്. അഭിഭാഷകരെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അഭിഭാഷകരെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. നമ്മൾ ആ ഒരു അഭിഭാഷക വൃത്തിയിലേക്ക് എത്തപ്പെടാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് ഞാൻ ഇവരെ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട്, ഒബ്സർവ് ചെയ്യാറുണ്ട്. എന്തായാലും മർദ്ദനം വളരെ ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ്. എനിക്ക് തോന്നുന്നു കേരള ഈ അഭിഭാഷക ചരിത്രത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അഭിഭാഷകർ ഉൾപ്പെട്ടിട്ടുള്ള ക്രൈമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ ഒരു സീനിയറായിട്ട് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈം ഇപ്പോഴും വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കേസിൽ അഭിഭാഷകരാ പ്രതികൾ. ഇപ്പോഴും വലിയ ചർച്ചയാണ്. കോടതി നടന്നുകൊണ്ടിരിക്കുന്ന കേസ്. അതിലെ 2 പ്രതികൾ അഭിഭാഷകരാണ്. അവരുൾപ്പെട്ടിട്ടുള്ള കേസുകളും ധാരാളമായി വന്നിട്ടുണ്ട്. പക്ഷേ ഒരു സീനിയർ അഭിഭാഷകൻ ജൂനിയർ അഭിഭാഷകയെ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു കേസ് ഫസ്റ്റാണ്. അവരുടെ വിഭാഗത്തിൽ പെടുന്ന ആൾക്കാർ തമ്മിലുണ്ടാകുന്ന ഒരു ഫിസിക്കൽ അസോൾട്ടും സമാനമായ കേസ് വേറെ ഉണ്ടായിട്ടില്ല. ഈ ക്രൈം ഹിസ്റ്ററി നോക്കുമ്പോൾ ക്രൈം ഹിസ്റ്ററിയിൽ അങ്ങനെ ഒരു സംഭവം നമ്മൾ കാണാൻ പറ്റില്ല എവിടെയും. ഇതാദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ സംഭവം. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്കൊന്ന് പഞ്ചാബിലാണെന്ന് തോന്നുന്നു. കോടതി വളപ്പിലെ മുകളിലെ കെട്ടിടത്തിൽ നിന്ന് ഒരു അഭിഭാഷകൻ വേറെ അഭിഭാഷകനെ എടുത്ത് തറയിട്ടു. അധിക നാളായിട്ടില്ല. ഭാഗ്യത്തിന് അദ്ദേഹം വീണത് ഈ പാർക്കിംഗ് ഏരിയയിലെ മേൽക്കൂരയിലായിരുന്നു. അതുകൊണ്ട് കാര്യമായി പരിക്കേറ്റില്ല. 2ാമത്തെ നിലയിൽ നിന്ന് എടുത്ത് താഴോട്ട് ഇട്ടു. ഈ ബെയിലിൻദാസിനെ എന്തായാലും ഒളിവിൽ പാർപ്പിച്ചിരിക്കാൻ ആർക്കെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടെ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ലേ? ആരെയും സഹായിക്കാതെ പറ്റില്ലല്ലോ. അവർക്കെതിരെ നടപടി ഉണ്ടാവില്ലേ? അവർക്കെതിരെ ഒന്നും ഒരു നടപടി. ഇതൊക്കെ ഇപ്പൊ പറയുന്നത് ഇപ്പൊ ഈ ബഹളമേ ഉള്ളൂ. ഇതൊരു ലൈം ലൈറ്റ് ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് അത് മാറിക്കഴിഞ്ഞാൽ ഇതൊന്നും അധികം നടന്നില്ല. ഒന്നാമത്തെ കാര്യം, വഞ്ചിയൂർ പോലീസും ഈ അഭിഭാഷകരും തമ്മിൽ നല്ല സൗഹൃദമാണ്. അത് ഈ കോടതിയുടെ നേരെ തൊട്ടപ്പുറത്താണ്. ഇവർ അയൽക്കാരാണ്. വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനും വഞ്ചിയൂർ കോടതി തീരുന്നിടത്ത് പിന്നെ പോലീസ് സ്റ്റേഷൻ. അവർ അയൽക്കാരുമാണ്. പിന്നെ അവർ ഒട്ടുമിക്ക സമയത്തും ഈ പറയുന്ന പോലെ കോടതിയിലെത്തുകയും ഇവരുമായിട്ട് നല്ല സൗഹൃദത്തിൽ പോകുന്നതിനുമാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും വലിയ രീതിയിൽ ഇത് നീട്ടിക്കൊണ്ട് ബഹളം ഉണ്ടാക്കി പോകില്ല. ഇപ്പം കുറച്ച് നേരമൊക്കെ ഇതൊക്കെ ഉണ്ടാവും. കുറച്ചാളെ നമ്മളൊക്കെ മറന്നു കഴിഞ്ഞാൽ ഇതൊക്കെ അവർ കളഞ്ഞിട്ട് പോകും. എല്ലാവരും ഇത് മറക്കും. അത് കഴിയുമ്പോഴത്തേക്ക് കുറേ കാലം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു കേസിനകത്ത് ഇതിൽ വിധി വരുന്ന സമയം ഒന്ന് ചർച്ച ചെയ്യും. അത് കഴിയുമ്പം വേറെ കാര്യമൊന്നുമില്ല. നമ്മുടെ ഇതിനകത്ത് പറയുന്ന പോലെ മറ്റേ ഇത് ചത്തു കഴിഞ്ഞാൽ മറ്റൊന്ന് ചാവുന്നത് വരെ വാർത്ത. അത് ചാവുന്നത് കൂടി ഈ വാർത്ത പോകും. അതൊക്കെയാണ്. ശരി.